ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നെറ്റിയുടെ കഴുത്ത് പിടിപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെറ്റിയുടെ ചീത്ത വശങ്ങൾ തമ്മിലാണ് വെച്ചിരിക്കുന്നത്. പൈപ്പിങ്ങും ചീത്ത വശമാണ്, നെറ്റും ചീത്ത വശമാണ് വെച്ചിരിക്കുന്നത്, വെട്ടിയതും. രണ്ടും ചീത്ത വശം വെച്ച് തന്നെ നമ്മൾ അടി തുടങ്ങണം. നമുക്ക് കാണുന്ന വിധം വെക്കുക. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അടിച്ചു വെച്ചതാണ്, പൈപ്പിംഗ് പിടിപ്പിച്ച് വെച്ചതാണ്. പൈപ്പിംഗ് പിടിപ്പിക്കുന്ന എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളത് അടിക്കാൻ പോവുകയാണ്. ചീത്ത വശത്ത് തന്നെ വെച്ചിട്ടാണ് അടിക്കാൻ പോണത്. സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മുക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് കുത്തി നിർത്തി, സൂചന കുത്തി നിർത്തി എൻ്റെ ഇതൊന്ന് പൊക്കിയിട്ട്, കുതിരനെ പൊക്കിയിട്ട് വേണം അടിക്കാൻ. സിബ് വെക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ കുത്തി നിർത്തിയിട്ട് അടിക്കണം. നമ്മുടെ ഒരു ഭാഗത്തെ ചീത്ത വശത്തെ അടി കഴിഞ്ഞു. ഇനി നമ്മൾ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് അത് മറിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നൂല് തട്ടാണ്ട് നമ്മൾ ആ മുക്കുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. എന്നാലാണ് നിങ്ങൾ മറിക്കുമ്പോൾ ആ മുക്ക് ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സിബ് വെക്കണ ഭാഗവും ആദ്യം തന്നെ വെട്ടണം. സിബിൻ്റെ മറ്റേ വശത്തേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ സിബ് കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിൽ തന്നെ വെട്ടാൻ പറ്റും. ഒരു 6 ഇഞ്ചിൻ്റെ അടുത്ത് വെട്ടിയാൽ മതി. സിബിൻ്റെ അളവിൻ്റെ അത്ര വെട്ടണ്ട, അപ്പോൾ കൂടുതൽ കൂടിപ്പോവും. സിബിനെക്കാട്ടിയും കുറച്ച് കയറ്റി വെട്ടുക. നമ്മൾ പിന്നെ നല്ല വശത്തേക്ക് പിടിപ്പിച്ചിട്ട് ആദ്യം കഴുത്തിൻ്റെ വശത്തുള്ള ഓരം വശം തന്നെ അടിക്കുക. ഇപ്പോൾ നല്ല വശം വെച്ചിട്ട് നമ്മൾ അടിക്കാൻ പോവുകയാണ്. നമ്മൾ നെറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രമായതുകൊണ്ട് നമുക്ക് തന്നെ ഒരു 2.25 മീറ്റർ തുണിയാണ്. അത് എടുത്തിട്ട് നെറ്റിയുടെ ബിറ്റ് കിട്ടും. എടുത്ത് വീട്ടിൽ നമ്മൾ തേച്ച് നോക്കുക, അങ്ങനെ വൃത്തിയാവുണ്ടോ ഇല്ലേ ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ അത് വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കി. നല്ല വശം തിരിച്ചടിച്ചു. നമ്മൾ ആ ലേസിൻ്റെ ഭാഗവും നമ്മളിപ്പോൾ അടിക്കണം. ആ സൈഡ് കൂടെ തന്നെ അടിച്ചു കൊടുക്കുക. 2 പൈപ്പിങ്ങിൻ്റെയും തുണി പൊടിച്ചതിൻ്റെയും സൈഡ് കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ പൈപ്പിങ്ങിൻ്റെ തുണിയും നെറ്റിൻ്റെ തുണിയും ആ ഫ്രണ്ടിലെത്തി ഒരുപോലെ ഒപ്പം നിൽക്കണം. സിബ് വെക്കണ ഭാഗത്ത് അതുകൊണ്ട് കയറി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ ഭാഗം ഫ്രണ്ടിൽ ഭാഗം അടി കഴിഞ്ഞു. ഫ്രണ്ട് ഭാഗം അടി കഴിഞ്ഞു. പൈപ്പിംഗ് വക്കൽ കറക്റ്റ് ആദ്യം തന്നെ നമ്മൾ പിടിച്ച് നോക്കണം ഒപ്പാണെന്നുള്ളത്. അല്ലെങ്കിൽ അത് ഒപ്പല്ലെങ്കിൽ പിന്നെ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞാൽ അടിക്കും. സിബ് അടക്കം അഴിച്ചിട്ട് വേണ്ട ഒരു നേരാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ അത് ഒപ്പാണോ നോക്കുക, നോക്കിയിട്ട് വേണം സിബ് വെക്കാൻ.
രണ്ട് പൈപ്പിങ്ങിൻ്റെ രണ്ട് സൈഡും ഒപ്പാണ് നോക്കണം, രണ്ട് ഭാഗങ്ങളും. അപ്പോൾ നമ്മൾ തുണി വെച്ച് മറിച്ചടിക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല സിബ് വെക്കാൻ. വെറുതെ ഈ നെയ്റ്റിയുടെ പീസിനെ തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അടിയിലാണ് സിബിനെ കൊടുന്ന് വെക്കേണ്ടത്. ചിലവർ തുണിയെടുത്ത് അതിനങ്ങ് തിരിച്ചടിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുരിദാറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നെയ്റ്റിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ഒരു വശം അടിച്ച് അപ്പം താഴ്വശത്ത് എത്തിയിട്ട് നല്ല അടിച്ച് പ്രാക്ടീസ് ഉള്ളവരാണ് തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ കൊടുന്ന് അടിക്കുക. അല്ല ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ മുകളിൽ നിന്ന് തന്നെ തുടങ്ങുക. അപ്പോഴാ മുകളിൽ വശം ശരിയാവുള്ളൂ. താഴത്ത് നിന്ന് ചിലപ്പോൾ ചുളിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആദ്യമൊക്കെ അടിക്കണവർ മുകളിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മതി സിബ് വെക്കൽ. അടിയിലെത്തുമ്പോൾ ഒരു ചുളിവും വരില്ല, കറക്റ്റായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ സിബ് വെക്കുമ്പോൾ സിബ് വെക്കൽ കഴിഞ്ഞു നമ്മുടെ. ഇനി അതിൻ്റെ സിബ് പട്ട വെക്കണം സിബിൻ്റെ മുകളിൽ. അപ്പോൾ സിബ് വെക്കുക പറഞ്ഞാൽ നമുക്ക് നെയ്റ്റിയിലധികം തുണികളൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് തുണിയായിരിക്കും. 15 ഇഞ്ച് കയ്യൊക്കെ കിട്ടണമെങ്കിലൊക്കെ കറക്റ്റ് ആയിരിക്കും. കൈ കുറവുള്ളവർക്കാണെങ്കിലൊക്കെ കുറച്ച് തുണി കൂടുതലധികം ഉണ്ടാവും. കൈയൊക്കെ 14 ഇഞ്ച് കിട്ടണമെങ്കിൽ സിബ് വെക്കാനൊക്കെ കുറച്ച് തുണി ഉണ്ടാവുള്ളൂ. ഒരു 16 ഇഞ്ച് വരെയൊക്കെ നമുക്ക് നെയ്റ്റിൻ്റെ കൈ കൂട്ടാൻ പറ്റും, അതിലപ്പുറം പറ്റില്ല. അപ്പോൾ നമ്മൾ സൈഡിലെ വശം എടുത്തിട്ട് അതിനിപ്പോൾ അടിക്കണ പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ചെറിയ വശത്തുനിന്ന് നീളത്തുള്ള വശത്തേക്ക്, വീതി വശത്തുനിന്ന് നീളത്തുള്ള വശത്തേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക, സിബ് പട്ട വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മളൊന്ന് തിരിക്കുക, കത്രിക എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മുക്കുവശം കറക്റ്റായിട്ട് നമ്മളതിനെ തിരിച്ചിട്ട് അങ്ങനെ ചീത്ത വശത്ത് നല്ല വശത്തേക്ക് തിരിക്കുക. സ്ക്രൂ ഡ്രൈവറോ കത്രിക എടുത്തിട്ട് മുക്ക് ശരിയാക്കിയാൽ മതി. ഇത് നമ്മൾ ആ സിബിൻ്റെ അരികളുള്ള ഭാഗത്തു കൂടെ അടിക്കാണ്ടിരുന്ന വെട്ടിയ ഭാഗത്തു കൂടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗം മടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ സൈഡ് മടക്കി കൊടുക്കണം. ഞാൻ ഇപ്പോൾ അരികളുള്ള ഭാഗത്തു കൂടെയാണ് വെട്ടിക്കണം, അതുകൊണ്ട് അത് മടക്കണില്ല, നമ്മളങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വെറുതെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ കൂടെ ഒരു അടി കൊടുക്കുക. സിബ് പട്ട ഒരുപാട് കൂടുതൽ നീളമൊന്നും വേണ്ട, അപ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യത്തിന് നീളമുണ്ടെങ്കിൽ ഭംഗി അധികം ഉള്ളതിന് നമുക്ക് വെട്ടിക്കളയാം. സിബിനെ കാട്ടി കുറച്ച് താഴത്തേക്ക് ഇറങ്ങി കിടന്നാൽ മതി. നമ്മൾ മുക്ക് വടിക്കുമ്പോൾ നമ്മൾ കോണ് പോലത്തെ സിബ് പട്ട വെക്കണം. കാരണം കോണ് പോലത്തെ വെച്ചാലാണ് ലേസ് വെച്ചതിൻ്റെ അതിനനുസരിച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. കോണ് പോലത്തെ വെച്ചാൽ വെട്ടി പോലെ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ മടക്കി അടിച്ച് വെട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല. തീരെ അറിയാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു വൃത്തി വേണമെങ്കിൽ നമ്മൾ ലേസിൻ്റെ മോഡലിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ സിബ് പട്ട വെക്കൽ ഏതാനും കഴിഞ്ഞു. നമ്മൾ സിബ് പട്ട വെച്ച് നെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം അടി കഴിഞ്ഞു. നമ്മൾ അടിയിലത്തെ 2 ലേസ് ഭാഗവും ഒപ്പം നിൽക്കണം. ഒന്ന് കയറിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് നിന്നാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒപ്പം വെച്ച് ചെയ്യാതെ നമ്മൾ സിബ് വെക്കണതിന് മുന്നേ തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ടോ നോക്കിയിട്ട് നമ്മളത് കയറി ഇറങ്ങണ്ടെങ്കിൽ അതിന് വെട്ടി അഴിച്ച് ശരിയാക്കിയിട്ട് തന്നെ അടിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ടിൽ പീസ് വെക്കാൻ വേണ്ടി വെട്ടിയ കഴുത്ത് പീസ് എടുക്കണം നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മൾ ക്രോസായിട്ട് വെട്ടുക. ഇതേപോലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് വെട്ടൽ. ഇതിപ്പോൾ ഒറ്റ പീസല്ല, അപ്പോൾ അങ്ങനെയൊക്കെ വെട്ടിയിട്ട് നമ്മൾ സിബ് പട്ട ക്രോസ് പീസ് കഴുത്തിൻ്റെ ബാക്ക് വശം അടിക്കണത് സിബ് പട്ട ക്രോസായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. നൂല് പൊട്ടിപ്പോന്ന് നൂലിടുകയാണ്. സൂചിയിൽ നൂല് കോർത്ത് ഞാൻ ക്രോസ് അടിക്കുക.
ഫ്രണ്ട് പീസ് കഴുത്തിൻ്റെ വെട്ടി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ക്രോസ് വെട്ടി നമ്മുടെ ബാക്ക് കഴുത്തിന് 2 പീസ് എടുത്താൽ ബാക്ക് കഴുത്തിന് അത് തന്നെ മതിയാവും. ബാക്ക് കഴുത്തൊക്കെ നമുക്കൊരു 3-3.5 ഇഞ്ച് ഇറക്കമൊക്കെ എടുക്കാം. ബാക്ക് കഴുത്ത് ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് സിബ് ബട്ടൻ്റെ ബാക്കിൽ ഒറ്റ ലൈനായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നടുവൊന്നും മടക്കണ്ട, ഒറ്റ ലൈനായിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെപ്പോൾ ബാക്ക് കഴുത്ത് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ വരെ വെട്ടിട്ട് കൊടുക്കണം. അപ്പോഴാണ് കഴുത്ത് കറക്റ്റായിട്ട് വളഞ്ഞ് കിടക്കുള്ളൂ. നമ്മൾ ബാക്ക് കഴുത്തിൽ ഫ്രണ്ട് കഴുത്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്ക് കഴുത്ത് നല്ല വശം ഇടുക. അതിൻ്റെ മുകൾക്ക് ഫ്രണ്ട് വശം നല്ല വശം അതിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കാണുന്ന വിധം ചീത്ത വശമായിരിക്കണം. അത് നമുക്ക് ചേർത്തി വെക്കേണ്ടത് നല്ല വശം. എന്നിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ക്രോസ് പീസ് വെച്ചതിൻ്റെ ഭാഗം തിരിച്ചിട്ട് ഒറ്റ മടക്കായതുകൊണ്ട് ഒരു മടക്കം കൂടി ഇപ്പുറത്തേക്ക് മടക്കി കൊടുക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നെയ്റ്റ് അടിക്കാൻ പുറപ്പെടുക. 2 ഭാഗം അങ്ങനെ അടിച്ചു കൊടുക്കുക. ആദ്യമൊക്കെ നമ്മൾ നെയ്റ്റിൽ വെറുതെ പീസ് വെച്ച് അടിച്ചു കൊടുക്കുമായിരുന്നു 2 ഭാഗം ഒരേപോലെ. ഇപ്പോഴൊക്കെ ഓരോ മോഡലിനനുസരിച്ച് മാറ്റമുണ്ട്. ഇപ്പോൾ 2 തുമ്പും കാണില്ല കഴുത്തിൻ്റെ വശത്ത്. അവിടെ ബാക്ക് വശം ഫ്രണ്ട് വശം കൂടി കൂട്ടിപ്പോൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒപ്പം അടിച്ച മാതിരി തന്നെ ഉണ്ടാവും. യോജിപ്പിച്ചാന്ന് അറിയില്ല. ഒരേപോലെ അളവും കഴുത്തൊക്കെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കും റൗണ്ടായിട്ട്. ഷോളറിൻ്റെ അവിടുത്തെ തേപ്പ് നമുക്കറിയാനേ സാധിക്കില്ല. അടിച്ചു കൊടുക്കുക. നമ്മുടെ ബാക്ക് കഴുത്ത് പിടിപ്പിച്ചു, ഫ്രണ്ട് കഴുത്തും പിടി കഴിഞ്ഞു, അടിക്കൽ കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ നെറ്റിയിൽ സിബ് വെച്ച് കഴുത്ത് തിരിച്ചടിച്ചു. നമ്മൾ കൈയൊക്കെ അടിച്ച് നെറ്റ് ഫുള്ളാക്കണില്ല ഇപ്പോൾ വീഡിയോയിൽ. ഇനി കൈയൊക്കെ അടിച്ച് സൈഡ് മൂട്ടി നമ്മൾ കറക്റ്റ് അളവിന് മടക്കി അടിക്കുക. നമ്മൾ ബാക്ക് കഴുത്ത് അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് അടിച്ചില്ല, ഇനി അത് അടിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.